നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ജനാധിപത്യ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഒപ്പം ജനകീയ വിഷയങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് പരിശോധിക്കാം പ്രധാന വാർത്തകൾ ആദ്യം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ഉയർത്തി ഹൈക്കോടതി. കൊടിസുനിയും MC അനൂപും കിർമാണി മനോജും ഉൾപ്പെടെ 6 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. 20 വർഷം കഴിയാതെ ഇളവോ പരോളോ പാടില്ല. ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ KK കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തം. പിഴത്തുക വർദ്ധിപ്പിച്ചു. ഇനി മറ്റു കാര്യങ്ങളൊക്കെ ഇനിയും അപ്പീലുകൾ കോടതികളുണ്ട്. അതൊക്കെ ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഒരു പരിധിവരെ പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്കുള്ള കോൺസ്പിറസി, ലാർജർ കോൺസ്പിറസി, അതാണ് നേരത്തെയും കോടതി പറഞ്ഞത്. അതാണ് ഇനി പുറത്തു വരാനുള്ളത്. ഉന്നതതല ഗൂഢാലോചന തെളിയിക്കാൻ അപ്പീൽ നൽകുമെന്ന് KK രമ. CPIM കേസിൽ കക്ഷിയല്ലെന്ന് EP ജയരാജൻ. CPIM സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങി LDF. 15 CPIM സ്ഥാനാർത്ഥികളും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും. 20-ൽ 20 നേടുമെന്ന് MV ഗോവിന്ദൻ. റോഡ് ഷോയുമായി പ്രചാരണ തുടക്കമിട്ട് CPIM സ്ഥാനാർത്ഥികൾ. സെക്രട്ടറിമാർ മത്സരിക്കുന്ന ജില്ലകളിൽ പകരം ചുമതല നൽകും. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തെ നയിക്കാൻ മലയാളി. അഭിമാനം വാനോളമുയർത്തി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ദൗത്യ സംഘത്തലവൻ. ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. VSCയിലെ ചടങ്ങിൽ ഗഗൻയാൻ സംഘത്തെ പരിചയപ്പെടുത്തി പ്രധാനമന്ത്രി. 140 കോടി ജനങ്ങളെ ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യമെന്ന് നരേന്ദ്രമോദി. പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്തിന് അഭിനന്ദന പ്രവാഹം. കർണാടകയിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ 3 സ്ഥാനാർത്ഥികളും വിജയിച്ചെന്ന് സൂചന. ഉത്തർപ്രദേശിലും ഹിമാചലിലും അട്ടിമറിയെന്ന് റിപ്പോർട്ടുകൾ. ഷിംലയിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ സംഘർഷം. ബീഹാറിൽ RJD കോൺഗ്രസ് വോട്ടുകൾ ചോർന്നു. അസമിൽ കോൺഗ്രസ് MLAമാർ കൂട്ടത്തോടെ BJPയിലേക്കെന്ന റിപ്പോർട്ടുകൾ. കേരളത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി. വികസന കാര്യത്തിൽ കേരളത്തോട് വിവേചനം കാണിച്ചിട്ടില്ലെന്ന് നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ കുടുംബവാഴ്ച കേരളത്തിൽ CPIM അനുകരിക്കുകയാണെന്നും വിമർശനം. परिवार का हित देश के करोड़ों परिवारों से ऊपर रहा है. कांग्रेस का यही रंग अब कम्युनिस्टों पर भी छा चुका है. केरला में उनकी भी सरकार इसी मॉडल पे चल रही है. ഡൽഹിയിൽ 4 സിറ്റിംഗ് MLAമാരെ ലോക്സഭാ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി. ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമനത്തിൽ തൽസ്ഥിതി തുടരും. മലയാളി ബ്രാഹ്മണർ മാത്രം മതിയെന്ന വിജ്ഞാപനത്തിന് എതിരായ ഹർജി തള്ളി ഹൈക്കോടതി. കീഴ്വഴക്കമനുസരിച്ച് ദേവസ്വം ബോർഡിന് മുന്നോട്ടു പോകാമെന്ന് ഡിവിഷൻ ബെഞ്ച്. കാട്ടാനയാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട മൂന്നാറിൽ വനം വകുപ്പിന്റെ അനുനയ നീക്കം. മരിച്ച ഓട്ടോ ഡ്രൈവറുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൈമാറി. കുടുംബാംഗങ്ങൾക്ക് ജോലിക്ക് ശുപാർശ. മക്കളുടെ പഠന ചെലവ് സർക്കാർ ഏറ്റെടുക്കും. മൂന്നാറിൽ കൺട്രോൾ റൂം തുറക്കാൻ വനമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനം. അക്രമകാരിയായ പടയപ്പയെ കാട് കയറ്റണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് MPയുടെ നിരാഹാര സമരം. തൊഴിലുറപ്പ് പദ്ധതിക്കിടെ ഒപ്പിട്ട് DYFIയുടെ മനുഷ്യ ചങ്ങലയ്ക്ക് പോയ മേൽനോട്ടക്കാർക്ക് സസ്പെൻഷൻ. നടപടി നേരിട്ടത് LDF ഭരിക്കുന്ന പത്തനംതിട്ട പള്ളിക്കൽ പഞ്ചായത്തിലെ 3 പേർക്ക്. ഓംബുഡ്സ്മാന്റെ നടപടി കോൺഗ്രസിന്റെയും BJPയുടെയും പരാതിയെ തുടർന്ന്. എക്സാലോജിക് മാസപ്പടി വിവാദത്തിൽ CBI അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് K. സുധാകരൻ. കേസുകളിൽ BJP CPIM ഒത്തുതീർപ്പെന്ന് VD സതീശൻ. വിവാദങ്ങൾക്കിടെ സംയുക്ത വാർത്താ സമ്മേളനം നടത്തി KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,
പൊതുജനങ്ങൾക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. നിങ്ങളുടെ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ജനകീയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഏതെങ്കിലും ദൃശ്യങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അതിനും അവസരമുണ്ട്. ഇനി പറയുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് വിളിച്ച് ജനകീയ വിഷയങ്ങൾ അറിയിക്കാം. 0484283051 എന്നാണ് വിളിക്കേണ്ട നമ്പർ. വാട്സാപ്പിൽ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയക്കാം. 6235968937 ഈ നമ്പറിൽ ദൃശ്യങ്ങൾ അയക്കുകയും ചെയ്യാം. ഇന്നത്തെ വാർത്താപ്പകലിൽ വന്ന പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു പത്തനംതിട്ടയിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേടിനെ തുടർന്നുള്ള സസ്പെൻഷൻ നടപടി. തൊഴിലുറപ്പ് പദ്ധതിക്കിടെ ഒപ്പിട്ട് ഡിവൈഎഫ്ഐയുടെ മനീഷ ചങ്ങലയ്ക്ക് പോയവരെയാണ് ഓംബുഡ്സ്മാൻ ഇടപെട്ട് സസ്പെൻഡ് ചെയ്തത്. LDF ഭരിക്കുന്ന പത്തനംതിട്ട പള്ളിക്കൽ പഞ്ചായത്തിലെ 3 പേരെ 1 വർഷത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. 3 മേറ്റുമാരുടെയും 70 തൊഴിലാളികളുടെയും ആ ദിവസത്തെ വേതനം കുറയ്ക്കാൻ ഓംബുഡ്സ്മാൻ ഉത്തരവിട്ടു. ആ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. ഒപ്പിട്ട് മുങ്ങുക എന്നത് പണ്ട് സർക്കാർ ഓഫീസുകളിലെ ആളുകളെക്കുറിച്ച് പറഞ്ഞിരുന്ന സ്ഥിരം ക്ലീഷേ ഡയലോഗാണ്. അതിപ്പോൾ പക്ഷേ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പണിക്ക് പോകുന്ന തൊഴിലാളികളെയും ബാധിച്ചിരിക്കുന്നു. അവർ പോയത് കേന്ദ്രവിരുദ്ധ സമരത്തിനാണ്. ഒപ്പിട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയ്ക്ക് പങ്കെടുത്തുവത്രേ. ജനുവരി 20-നായിരുന്നു ഡിവൈഎഫ്ഐ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർത്തത്. പത്തനംതിട്ട പള്ളിക്കൽ പഞ്ചായത്തിലെ 20 വാർഡിൽ 3 തൊഴിലുറപ്പ് സൈറ്റുകളിൽ നിന്നായി മേറ്റുമാർ ഉൾപ്പെടെ തൊഴിലാളികളാണ് മനുഷ്യച്ചങ്ങലയ്ക്ക് പോയതെന്നാണ് പരാതി. ഹാജർ രേഖപ്പെടുത്തിയ ശേഷം മനുഷ്യച്ചങ്ങലയ്ക്ക് പോയ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട കോൺഗ്രസും BJPയും അടക്കം ഓംബുഡ്സ്മാന് പരാതി നൽകിയിരുന്നു. അന്വേഷണം നടത്തിയ ശേഷമാണ് തൊഴിലുറപ്പ് ജോലി മേൽനോട്ടം വഹിക്കേണ്ട മേറ്റുമാർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് ഓംബുഡ്സ്മാൻ കണ്ടെത്തിയത്. 3 മേറ്റുമാരെ 1 വർഷത്തേക്കാണ് ഓംബുഡ്സ്മാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ജോലി ചെയ്യാതെ മുങ്ങിയതിന് ഇവരുടേതടക്കം 70 തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനവും വെട്ടിക്കുറച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളെയും അതിൽപ്പെട്ട അമ്മമാരെയും ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അടിമകളായി കാണുന്നു. അവരെ അവരുടെ പൊതുപരിപാടികൾക്ക്, രാഷ്ട്രീയ പരിപാടികൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കൂട്ടമായിട്ടാണ് ഇവർ വിചാരിക്കുന്നത്. അതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് അടൂർ നിയോജകമണ്ഡലം കമ്മിറ്റി പരാതിയുമായി ഓംബുഡ്സ്മാൻ പരാതി നൽകിയത്. ഈ ഓംബുഡ്സ്മാൻ്റെ ഈ ഉത്തരവ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമാണ്. എന്നാൽ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് CPIM ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാദം. ഓംബുഡ്സ്മാൻ നടപടിക്കെതിരെ അപ്പീൽ നൽകാനാണ് ഇവരുടെ തീരുമാനം. എന്തായാലും രാഷ്ട്രീയ പ്രേരിതമായ നടപടിയെന്ന് CPIM ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞു. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് തീരുമാനം. ഓംബുഡ്സ്മാന് ഇത്തരത്തിൽ തൊഴിലുറപ്പ് മേറ്റുമാരെ പുറത്താക്കാൻ അധികാരമില്ലെന്ന് അവർ വാദിക്കുന്നു. ഇനി കണ്ടറിയണം. നിയമപോരാട്ടം കനക്കുമെന്നുറപ്പ്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുക്കാൻ പോയവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ ജോലിക്കിടെ ഒപ്പിട്ട് മുങ്ങുന്നത് ന്യായമോ? ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം. ഒപ്പിട്ടതിന് ശേഷം പാർട്ടി പരിപാടിക്ക് പോകുന്നത് അതൊരിക്കലും നല്ലൊരു പ്രവണതയല്ല. കാരണം നമ്മൾ ജോലി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യുക, ശമ്പളം മേടിക്കുക എന്നുള്ള ഒരു കാര്യം മതി. അതിന്റെ ഇടയ്ക്ക് അത് കട്ട് ചെയ്തിട്ട് പോകുന്നത് ഒട്ടും ശരിയായ ഒരു പ്രവൃത്തിയല്ല. ഈ തൊഴിൽ ഒപ്പിട്ട് കഴിഞ്ഞെങ്കിൽ തൊഴിൽ ചെയ്യണം, പാർട്ടിന്റെ കയ്യിൽ പോകണമെന്ന് ആവശ്യമില്ല. പക്ഷെ ഇല്ലെങ്കിൽ പാർട്ടിന്റെ ആളാണെങ്കിൽ പാർട്ടിന്റെ കയ്യിൽ പോകും. ഒപ്പിട്ട ശേഷം പിന്നെ പണിയെടുക്കണമല്ലോ. പിന്നെ പാർട്ടി പരിപാടി പിന്നെ എന്താ സംഭവം? അല്ല, ഉത്തരവാദിത്തം അങ്ങനല്ലേ? തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇത്തരത്തിൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് വളരെ തെറ്റായ പ്രവണതയാണ്. ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ നിർബന്ധിക്കുന്നത് CPMന്റെ അല്ലെങ്കിൽ LDFന്റെ മെമ്പർമാർ. ഈ സാധാരണക്കാരായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ വാർഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി, മെമ്പറെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അവർ നിവൃത്തിയില്ലാതെ ഇത്തരം പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീ പ്രവർത്തകരെയും പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് കേരളത്തിലുടനീളമുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടി ഇന്ന് പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ഇത് ജനകീയമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനിയെങ്കിലും CPM ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് പുറകോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. ഇത്തരത്തിൽ ഒപ്പിട്ടിട്ട് മനുഷ്യച്ചങ്ങലയ്ക്ക് പോയതിനെയാണ് എതിർക്കുന്നത്. രാജേന്ദ്ര പ്രസാദ് MR പറയുന്നുണ്ട്, അവർക്ക് ചങ്ങലയ്ക്ക് പോകുവാൻ ഒപ്പിടാതെ പോകാമായിരുന്നു, ഇത് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറയുന്നു. ആ ഒപ്പിട്ടിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതിനെയാണ് കൂടുതൽ ആളുകളും വിമർശിക്കുന്നത്. അത്തരത്തിൽ പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന വിമർശനമാണ് അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. നമ്മളടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. മൂന്നാറിലേക്കാണ്. മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഓട്ടോ ഡ്രൈവർ സുരേഷ് കുമാറിന്റെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം കൈമാറി. ഭരണ പ്രതിപക്ഷ സംഘടനകളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് വനം വകുപ്പിന്റെ നടപടി. മൂന്നാറിൽ വനം വകുപ്പിന്റെ കൺട്രോൾ റൂം തുറക്കാൻ
വനമന്ത്രി AK ശശീന്ദ്രൻ വിളിച്ച യോഗത്തിൽ തീരുമാനമായി. ഇതിനിടെ അക്രമകാരികളായ ആനകളെ പിടിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് MP മൂന്നാറിൽ നിരാഹാര സമരം തുടരുകയാണ്. നൈമക്കാട് എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷനിലേക്കുള്ള വഴിയാണിത്. ഇന്നലെ രാത്രി 9:30 സുരേഷ് കുമാർ ഓടിച്ച ഓട്ടോ ഇതുവഴി എത്തുമ്പോഴാണ് അപ്രതീക്ഷിതമായി കാട്ടുകൊമ്പൻ ആക്രമണം നടത്തുന്നത്. ഈ ഓട്ടോ പൂർണ്ണമായും തുമ്പിക്കൈ കൊണ്ട് തകർത്തു. സുരേഷ് കുമാറിനെ തുമ്പിക്കൈയിൽ ചുറ്റി 3 തവണ വലിച്ചെറിഞ്ഞുവെന്നാണ് കൂടെയുണ്ടായിരുന്നവർ പറഞ്ഞത്. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് കാട്ടാനക്കലിയിൽ പൊലിഞ്ഞത്. തുടർച്ചയായുള്ള കാട്ടാന ആക്രമണത്തിന് ശാശ്വത പരിഹാരമാവാതെ സുരേഷ് കുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും. തുടർന്ന് സർവകക്ഷി യോഗത്തിൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ വനം വകുപ്പ് പരിഗണിച്ചു. ഇങ്ങനെ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്ന ആളുകളുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നൽകുന്ന ധനസഹായം 10 ലക്ഷം രൂപ ഇന്ന് തന്നെ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മറ്റു 3 പേരിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. GH ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. അവരുടെ ട്രീറ്റ്മെൻറ്റ് ചെലവുകൾ മൊത്തം ഈ വനവകുപ്പ് ഏറ്റെടുക്കും. ഓട്ടോറിക്ഷയ്ക്ക് എത്ര രൂപയാണോ ചെലവ് വരുന്നത് അതിലേക്കുള്ള പണവും വനവകുപ്പ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്രമകാരികളായ കാട്ടാനകളെ പ്രദേശത്ത് നിന്ന് മാറ്റാൻ ശുപാർശ ചെയ്യും. ஆனா இந்த சாவு தான், இந்த அழுகை தான் கடைசியா இருக்கணும். என் வீட்டில் என் மருமக, என் பேரமாரு, என் பையன், இன்னொரு பையன் இருக்கிறான், என் பொண்ணு, என் பேத்தி, இந்த குடும்பமே எல்லாம் சேர்ந்து இந்த ஊரோட சேர்ந்து அழுகுறாங்க. ആക്രമണത്തിൽ പരിക്കേറ്റ SK രാജ, ഭാര്യ റെജീന, മകൾ പ്രിയ എന്നിവർ ചികിത്സയിലാണ്. ഒറ്റയാനാണ് ആക്രമിച്ചതെന്ന് റെജീന. யானை மேலேருந்து கிளானிக்கு வரையில் ரிவர்ஸ் வரையில் வேகமாக வந்து துமிச்சங்கைட்டு ஒரே அமுக்கிருச்சு. அமுக்கிட்டு இங்கிட்டு சாய்ச்ச உடனே அந்த அன்னைக்கு கீழே விழுந்துருச்சு. நாங்கள் வண்டிக்குள்ளேயே இருந்தோம். எங்கள் வீட்டுக்காரர் அந்த 2வது அமுக்கையில் அந்த குறுக்க കമ്പിയോட വിളുന്നിട്ടാറ്. സർവകക്ഷി യോഗ തീരുമാനത്തെ തുടർന്ന് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പിൻവലിച്ചിരുന്നു. എന്നാൽ പടയപ്പ ഉൾപ്പെടെയുള്ള മൂന്നാർ മേഖലയിലെ അപകടകാരികളായ ആനകളെ പിടിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് MP നിരാഹാര സമരം നടത്തുകയാണ്. പടയപ്പയെ എത്രയും പെട്ടെന്ന് അരിക്കൊമ്പനെ പിടിച്ചു മാറ്റിയതുപോലെ ഈ നാട്ടിൽ നിന്ന് നാട് കടത്തി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി വിടണം. 2, ഇന്നലെ ആ ദാരുണമായ സംഭവം ഏത് കാട്ടാനയാണോ ചെയ്തത് ആ കാട്ടാനയെ പിടിച്ചു മാറ്റണം. എനിക്ക് പിന്നിൽ കാണുന്ന കന്നിമല എസ്റ്റേറ്റിലെ ഈ ലയങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഭീതിയിലാണ് കഴിയുന്നത്. ഈ മലയിറങ്ങി എപ്പോൾ വേണമെങ്കിലും വീണ്ടും കാട്ടുകൊമ്പന്മാർ എത്താം. വനം വകുപ്പ് ശാശ്വതമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 മൂന്നാർ. പൊതുജനം കഴുതയല്ല സാർ. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർക്ക് ഭീതി കൂടാതെ കഴിയേണ്ടതുണ്ട്. അവരുടെ ആശങ്ക അകറ്റേണ്ടതുണ്ട്. ഈ വിഷയത്തിലെ പ്രതികരണങ്ങളിലേക്ക്. ഗുണ്ടുമല എസ്റ്റേറ്റിൽ പാൽരാജ് മരിച്ചിട്ട് 1 മാസം പോലും ആയില്ല. അന്ന് ഞങ്ങൾ റോഡ് ഉപരോധിച്ച് ഈ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തണം എന്ന് പറഞ്ഞ് നമ്മളന്ന് സമരം ചെയ്തതാണ്. അത് 1 മാസത്തിന് മുമ്പ് ഇപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറാണ് എസ്റ്റേറ്റിൽ ജോലി ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് ഓട്ടോ ഓടിക്കാൻ വരുന്നത്. ആ വണ്ടിയിൽ 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചി ജീവിച്ചിനകത്തുണ്ട്. അവരുടെ അമ്മ ഉണ്ട്, അവരുടെ അച്ഛനുണ്ട്, അവർക്ക് കൂലിപ്പണിക്കാരാ. ഇപ്പം യൂട്യൂബ് കാണുന്ന എല്ലാവരും കാണുന്നുണ്ട്. അവർ എല്ലാം ഞങ്ങൾക്ക് ഇത്തിരി പെട്ടെന്ന് നമ്മൾക്കൊക്കെ കിട്ടിയില്ലേ, അവർക്ക് കിട്ടാതെ ഇരിക്കുവോ? അപ്പം കിട്ടിയിട്ട് അവരുടെ ഇത്ര കുറവാ, അവരുടെ ശ്രദ്ധ കുറവാ. അതുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് ഞങ്ങൾ പറയുക. പല പ്രാവശ്യമായിട്ട് വന്യമൃഗ സംരക്ഷണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ്റിൽ നിന്നോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഒരു തീരുമാനങ്ങളും ഉണ്ടാകുന്നില്ല. 2 മാസം കൊണ്ട് ഇപ്പോൾ 5 പേരായി. അതിനുള്ള ആക്ഷൻ எடுத்தால் ഇതൊന്നും സംഭവിക്കില്ലല്ലോ. காட்டான சல்லியும் டெய்லி எங்களுக்கு இருக்குது. நாங்களாம் போன வாரம்லாம் காட்டிலேருந்து கீழே விழுந்து தான் வேலைக்கே வந்தோம். காட்டிலேருந்து டெய்லியும் தான் சளி விழுது. ஒரு நாள் கூட வராமல் இருந்ததில்லை. நைட்டெல்லாம் வீட்டு வரைக்கும் வந்துருச்சு. எத்தனை போன வாரம் 1 மாதத்துக்கு முன்னாடி தென்மலை லோயர் டியூஷனில் ஒரு ஆளை கொண்டுருச்சு. அதுக்கு எந்த நடவடிக்கையும், ஆனால் அவங்க தமிழ்நாட்டிலேருந்து வந்தவங்க, ஃபங்க்ஷனுக்கு வந்தவங்க, மேரேஜுக்கு வந்தவங்க, அங்கேயும் ஒரு ஆளை கொண்டுச்சு. எந்த நடவடிக்கையுமே எடுக்கலை. 1 மாதம் கழிச்சு இன்னும் எத்தனை பேரை கொல்ல போகுதோ தெரியலை. யாரை ഒഴിവാക്കുന്നത്? ആരാ ഒഴിവാക്കുന്നത്? വനവകുപ്പ് തന്നെ ഒഴിവാക്കണം. ഇതുവരെയിൽ ആരും വന്നിട്ടുണ്ടോ? ഫോറസ്റ്റുകാരോ ലേഞ്ചർ ഓഫീസറോ TFO ഏതെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടോ? അല്ലെ ആ പിള്ളേരുടെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പന്നി ശല്യം, കടുവ ശല്യം,
ആന ശല്യം, എല്ലാ ശല്യവും ഉണ്ട്. 5 ലക്ഷം കിട്ടിയിട്ട് 5 ലക്ഷം മേടിച്ച് என்ன ചെയ്യണം? ஒரு மனிதன் 10 லட்சம் சம்பாதிப்பான். 5 லட்சம் கொடுத்தா பெரிய காய் ஆயிருமா? இன்னைக்கு எங்க ஆள் செத்து கிடக்கு, எங்க தொழில் செத்து கிடக்குறாரு. எங்க வார்த்தைக்கார எங்க போனாங்க இருக்காங்களா? போய் ஆனாலும் செத்துட்டாங்களா? അത് நீங்க எங்களுக்கு பதில் சொல்லணும். അലർട്ട് അവർക്ക് കിട്ടാത്ത കൊണ്ടാണ് ഈ അവസ്ഥ പറ്റിയത്. ആ കുടുംബത്തിനും ആ കുടുംബാംഗങ്ങൾക്കും 2 പിള്ളേരുണ്ട്. അവരുടെ പഠിത്തത്തിനും അവരുടെ ജീവിത മാർഗത്തിനും ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടുമായിരുന്നു. ഒരുപാട് അവർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടങ്ങളെല്ലാം പരിഗണിക്കുമെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോട് ആവശ്യപ്പെടുന്നു. നാട്ടുകാരുടെ പ്രതികരണമാണ്. അവർക്ക് ആശങ്കയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. രുക്മ വിജയൻ പറയുന്നു ഇങ്ങനെ. സുരേഷ് കുമാറിന്റെ കുടുംബത്തിനും ഭാര്യയ്ക്ക് സർക്കാർ ജോലി, 50 ലക്ഷം പണം, മക്കളുടെ വിദ്യാഭ്യാസം, ഇതൊക്കെ സർക്കാർ കൊടുക്കണം. എല്ലാവർക്കും ഒരേ നീതിയാണ് ഇക്കാര്യത്തിൽ നടപ്പിലാക്കേണ്ടത്. മൂന്നാർ കേരളത്തിൽ തന്നെ ഇല്ലേ എന്നാണ് രുക്മ വിജയന്റെ ചോദ്യം. ഈ വാർത്ത നമ്മൾ നൽകുന്ന അതേ സമയത്ത് ഇപ്പോൾ ശ്രീജിത് ശ്രീകുമാറിന് ഒരു വാർത്ത പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ പത്തനംതിട്ട ചിറ്റാറിൽ സുദർശൻ എന്നയാളുടെ വീട് കുരങ്ങുകൾ തകർത്തു എന്നുള്ള കാര്യം കൂടി ശ്രീജിത് ശ്രീകുമാർ ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുരങ്ങുകളുടെ ആക്രമണം പത്തനംതിട്ട ചിറ്റാറിൽ. നമ്മളടുത്ത ഒരു ജനകീയ വാർത്തയിലേക്ക് കടക്കുകയാണ്. ബേപ്പൂരിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ കപ്പൽ സർവീസ് നിലച്ചിട്ട് 4 വർഷം. കപ്പൽ സർവീസ് പുനരാരംഭിക്കണമെന്നും തുറമുഖ വികസനം സാധ്യമാക്കണം എന്നും ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ്. മലബാറിന്റെ വാണിജ്യ വികസനത്തിൽ നിർണായകമാണ് ബേപ്പൂർ തുറമുഖം. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കടുത്ത അവഗണനയാണ് ഈ തുറമുഖം നേരിടുന്നത്. ബേപ്പൂർ തുറമുഖം പാതി നിശ്ചലാവസ്ഥയിലാണ്. 4 വർഷമായി യാത്രാ കപ്പലുകൾ ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്തുന്നില്ല. ഒരു സർവീസും നാമമാത്രമായി മാറി. തൊഴിലാളികൾക്ക് ജോലി കുറഞ്ഞു. പലരും സാമ്പത്തിക പ്രതിസന്ധിയിലായി. ഞങ്ങൾക്ക് മുമ്പത്തെ അപേക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ 75% ജോലി നഷ്ടമാണ്. 166 ചുമട്ടുതൊഴിലാളികൾ ഇവിടെ ഉണ്ട്. 3 യൂണിയനുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള കപ്പലിൽ ജോലി ചെയ്യുന്ന 22 തൊഴിലാളികളുണ്ട്. നാളികേരം കയറ്റുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് ആ നാളികേരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള തൊഴിലാളികളുടെ ജോലിയാണ് ഗണ്യമായിട്ട് ബേപ്പൂർ തുറമുഖത്ത് കുറഞ്ഞിട്ടുള്ളതെന്നാണ് ഇതുമായി ബന്ധപ്പെടുന്നത്. ലക്ഷദ്വീപുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന തുറമുഖമാണിത്. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നുവേണ്ട എല്ലാ കാര്യത്തിനും ലക്ഷദ്വീപ് ജനത ആദ്യം ആശ്രയിക്കുന്നത് കോഴിക്കോടിനെയാണ്. യാത്രാ കപ്പൽ സർവീസ് നിലച്ചതോടെ അവരുടെ ജീവിതം വഴിമുട്ടി. ദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം അതായത് ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോഴും ഏറ്റവും നല്ലത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവിടെ എന്തോ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിസിഷൻ്റെ ഫാൾട്ട് കൊണ്ട് തന്നെയാണ്, സയൻറ്റിഫിക് ആയിട്ട് പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇതും സംഭവിച്ചിരിക്കുന്നത്. ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനം വളരെ നാളത്തെ ആവശ്യമാണ്. പദ്ധതികൾ പലത് പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും നടപ്പായില്ല. കണ്ടെയ്നർ ഷിപ്പുകൾ 2 തവണ ബേപ്പൂരിലെത്തിയിരുന്നു. ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ക്രെയിനുകൾ ഉപയോഗിക്കാതെ കിടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധ തേടി കാലിക്കറ്റ് ചേംബർ രംഗത്തെത്തിയത്. അപ്പോൾ ഒരു നഗരത്തിന് നമുക്കറിയാം, ഏറ്റവും അധികം ഒരു നഗരം വികസിക്കണമെങ്കിൽ പ്രധാനമായിട്ട് വേണ്ടത് എയർപോർട്ട്, സീപോർട്ട് ആൻഡ് റെയിൽവേ ആണ്. അതിൽ ഏറ്റവും പ്രധാനമായി കിടക്കുന്ന സീപോർട്ടാണ് നമ്മുടെ കോഴിക്കോട് സീപോർട്ട് തുറമുഖം. ഇത്രയും വളരെ നെഗ്ലക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുറമുഖം വികസിപ്പിക്കണമെന്നും കാലിക്കറ്റ് ചേംബർ പ്രതിനിധികൾ ആവശ്യപ്പെടുന്നു. തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക എന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പരിഹാരം. ഇതിൽ ഏറ്റവും പ്രധാനം കപ്പൽ ചാലിന്റെ ആഴം കൂട്ടുക എന്നതും. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ആ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകണമെന്നുള്ള പൊതുവികാരം അവിടെ ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രതികരണങ്ങളിലേക്ക് ഇനി. എന്ത് കാര്യം നേടിയെടുക്കണമെങ്കിലും പ്രക്ഷോഭം ഇല്ലെങ്കിൽ ഇവിടെ നടക്കില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇപ്പോൾ എയർപോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും സീപോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് വികസനത്തിന് വേണ്ടി ഞങ്ങൾക്ക് പ്രക്ഷോഭം എന്നുള്ള മാർഗം സ്വീകരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇവിടെ വന്നിരിക്കുകയാണ്. കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ ബിസിനസ് ചെറുകിട വ്യാപാരികൾക്ക്, അതുപോലെ ഇവിടുത്തെ ഹോസ്പിറ്റലിലും അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപുകാർ കൂടുതലായിട്ടും അവരുടെ വിദ്യാഭ്യാസ, ആരോഗ്യ, മറ്റ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് കോഴിക്കോടിനെയാണ്. കഴിഞ്ഞ 4 വർഷമായി ഒരു പാസഞ്ചർ വെസൽ സർവീസ് പോലും ഈ റൂട്ടിൽ നടത്താത്തത് വലിയ രീതിയിലുള്ള ലക്ഷദ്വീപിലെ ഡെവലപ്മെൻറ്റിനെയും അതോടൊപ്പം തന്നെ കോഴിക്കോടിൻ്റെ വ്യാപാര രംഗത്തെയും ഗുരുതരമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ആ വിഷയത്തിനൊരു പരിഹാരം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത വാർത്തയിലേക്ക്, നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. പത്തനംതിട്ട ചിറ്റാറിൽ വീടിന് നേരെ കുരങ്ങുകളുടെ ആക്രമണം. സുദർശൻ എന്നയാളുടെ വീട് കുരങ്ങുകൾ തകർത്തു. ശ്രീജിത്ത് ശ്രീകുമാറാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, എന്താണ് സംഭവം?
ഉന്മേഷ്, ഈ മേഖലയിൽ, ഈ ചിറ്റാർ വയ്യാറ്റുപുഴ മേഖലയിൽ പന്നിശല്യമുണ്ട്, ആനശല്യമുണ്ട്. ഇത് കൂടാതെ ഏറ്റവും അവർ ബുദ്ധിമുട്ടുന്നത് ദിനം പ്രതി വീടുകളിലേക്ക് എത്തുന്ന കുരങ്ങുകളെയാണ്. ഏതാണ്ട് 10-ലധികം വരുന്ന കുരങ്ങുകളാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ സുദർശൻ പിള്ളയുടെ വീടിന് നേരെ ആക്രമണം നടത്തിയത് എന്നാണ് പറയുന്നത്. സ്ഥിരമായി പ്രശ്നങ്ങളുണ്ട്. ഒരു ഓട് മേഞ്ഞ വീടായിരുന്നു. ആ ഓട് പൂർണ്ണമായി ഈ കുരങ്ങുകളുടെ സംഘം തകർക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കുരങ്ങുകളെ വീട്ടുകാരെല്ലാവരും പുറത്തിറങ്ങി ആട്ടി ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവർ ഈ വീട്ടുകാർക്ക് നേരെയും പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും വനപാലക സംഘത്തിനോട് നിരവധി തവണ പരാതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഈ വനപാലകർ കാര്യമായ രീതിയിൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് ഈ കുരങ്ങുകളെ അടിയന്തരമായി തന്നെ ഏത് മേഖലയിലാണ് അവർ ഉള്ളത് എന്ന് നോക്കി അടിയന്തരമായി കാടുകയറ്റാൻ, ഈ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. എന്തായാലും വനം വകുപ്പ് ഓഫീസിലേക്കടക്കം വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഈ സുദർശൻ പിള്ളയുടെ വീടിന് ഇത്തരത്തിൽ കേടുപാട് സംഭവിച്ചതിൽ നഷ്ടപരിഹാരം വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ആ വീടിന്റെ ദൃശ്യങ്ങൾ, ആ ചിത്രം വളരെ വേദനിപ്പിക്കുന്നതാണ്. പൂർണ്ണമായി തകർന്ന അവസ്ഥയാണ് ആ വീടിന് ഇപ്പോൾ ഉള്ളത്. ഉന്മേഷം. ശരി ശ്രീജിത്ത്. ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് കൂടി കടക്കുകയാണ്. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തതോടെ പാതി വഴിയിൽ കുടുങ്ങി 300-ലേറെ അധ്യാപകർ. മാർച്ച് 1-ന് വാർഷിക പരീക്ഷ തുടങ്ങുന്നതിനാൽ സ്ഥലം മാറ്റം ലഭിച്ച ഉടനെ ജോലി ചെയ്യുന്ന സ്കൂളുകളിൽ നിന്ന് വിടുതൽ വാങ്ങിയ അധ്യാപകരാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. വാർഷിക പരീക്ഷ പടിവാതിക്കലെത്തി നിൽക്കുന്ന സമയത്താണ് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലമാറ്റ ഉത്തരവ് വന്നത്. എന്നാൽ ഈ സ്ഥലമാറ്റ ഉത്തരവ് നിയമക്കുരുക്കിൽ കുരുങ്ങിയതോടെ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് 300-ലധികം അധ്യാപകർ. ഈ മാസം 16-നാണ് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലമാറ്റ ഉത്തരവ് സർക്കാർ നൽകുന്നത്. ഔട്ട് സ്റ്റേഷൻ വെയിറ്റേജിൽ മാനദണ്ഡങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധിയുണ്ടായിരുന്നു. ഇത് നിലനിൽക്കെ അധ്യയന വർഷം അവസാനിക്കുന്ന സമയത്തുള്ള സ്ഥലമാറ്റം ചോദ്യം ചെയ്ത് അധ്യാപകർ നൽകിയ പരാതിയിലാണ് ഈ മാസം 22-ന് സ്ഥലം മാറ്റം സ്റ്റേ ചെയ്തുള്ള ഉത്തരവ് ട്രൈബ്യൂണലിൽ നിന്നുണ്ടാകുന്നത്. അതേസമയം സ്ഥലമാറ്റ ഉത്തരവ് വന്നയുടനെ നിലവിൽ ജോലി ചെയ്യുന്ന സ്കൂളുകളിൽ നിന്ന് വിടുതൽ വാങ്ങിയ അധ്യാപകരാണ് ഇപ്പോൾ പെരുവഴിയിലായിരിക്കുന്നത്. കോടതി അലക്ഷ്യമാകുമെന്നതിനാൽ സ്ഥലം മാറ്റം ലഭിച്ച സ്കൂളുകളിൽ ചേരാനാവില്ല. സർവീസ് ബ്രേക്ക് ഉൾപ്പെടെയുള്ള ആശങ്കയുയർന്നതോടെ അധ്യാപകരോട് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ റിപ്പോർട്ട് ചെയ്യാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. ട്രിബ്യൂണൽ ഉത്തരവ് റദ്ദാക്കാൻ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലമാറ്റ ഉത്തരവ് നിയമക്കുരുക്കിലാകാൻ കാരണം സർക്കാരിന്റെ ധൃതിയാണെന്നുള്ള ആരോപണം ഒരു വിഭാഗം അധ്യാപകർ ഉന്നയിക്കുന്നു. വാർഷിക പരീക്ഷ അടുത്ത സാഹചര്യത്തിൽ ഈ നിയമക്കുരുക്കഴിക്കേണ്ടത് സർക്കാരിന്റെ തന്നെ ബാധ്യതയാണ്. എബിൻ ജോസ്, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. വന്യജീവികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകിയ വാർത്തയോടുള്ള പ്രതികരണങ്ങൾ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. ജോൺസൺ ജോയ് പറയുന്നു, വയനാട് പുലിപ്പള്ളിയിൽ ഇന്നലെ വൈകിട്ട് വെബ്കോ ജീവനക്കാരി കഷ്ടിച്ച് കടുവിൽ നിന്ന് രക്ഷപ്പെട്ടു. രാത്രി ഷോപ്പ് അടച്ചിറങ്ങുമ്പോഴാണ് സംഭവം. ഇന്ന് മുള്ളൻകൊള്ളി ടൗണിൽ ഇറങ്ങി എന്നാണ് ജോൺസൺ ജോയ് പറയുന്നത്. വിനീത് നാരായൺകുട്ടി പറയുന്നു, കുളപ്പള്ളി ഭാഗത്ത് ചിലയിടങ്ങളിൽ കുരങ്ങിൻ്റെ ശല്യമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നൽകിയ വാർത്തകളോട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പൊതുജനം കഴുതയല്ല എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇനി ഒരു തട്ടിപ്പ് വാർത്തയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. 12 പേരിൽ നിന്നായി 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. കോൺഗ്രസ് എസ് നേതാവ് രമ്യ ഷിയാസ് ആണ് കുമ്പളം ടോൾ പ്ലാസയിൽ വെച്ച് പിടിയിലായത്. ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ. 24 ആണ് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്യാംകുമാർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഈ രമ്യ ഷിയാസ് എന്ന് പറയുന്ന കോൺഗ്രസ് എസിന്റെ ജില്ലയിലെ നേതാവ് പലരിൽ നിന്നും പണം ഇരട്ടിപ്പിച്ച് നൽകാം എന്ന് പറഞ്ഞ് സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പോലും തുകകൾ വാങ്ങി തട്ടിപ്പ് നടത്തിയത്. ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായി ഇവരെ തിരക്കി വന്നതോടുകൂടി ആളുകളെ ഉപയോഗിച്ച് ഇവരെ മർദ്ദിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായി. ഇതോടെയാണ് ചേരാനെല്ലൂർ പോലീസിൽ കേസ് കൊടുക്കുകയും പിന്നീട് സമരവുമായി രംഗത്ത് വരികയും ചെയ്തത്. നമ്മൾ ഈ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ചേരാനെല്ലൂർ പോലീസ് ഇവർക്കെതിരായിട്ട് ആദ്യ FIR രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ഹൈക്കോടതിയിൽ ജാമ്യത്തിന് പോയെങ്കിലും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. ഇവർ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഇതിനിടെയാണ് ഇന്ന് കുമ്പളം ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് ഇവർ എത്തുന്നുണ്ട് എന്നറിഞ്ഞ ചേരാനെല്ലൂർ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തത്. നിലവിൽ അവരെ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. രാത്രി തന്നെ ചോദ്യം ചെയ്ത ശേഷം മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 12 പരാതികളാണ് ഇവർക്കെതിരായിട്ടുള്ളത്. കൂടുതൽ പരാതിക്കാർ എത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസ് അതിൽ FIR ഇട്ടിട്ടില്ല. 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലെ പ്രതിയാണ് ഭരണകക്ഷി മുന്നണിയിലെ ജില്ലാ നേതാവായ രമ്യ ഷിയാസ്. ശരി, ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
നമ്മൾ നേരത്തെ നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് സി വി പറയുന്നത് ഇങ്ങനെയാണ്: കുരങ്ങ് ആക്രമിച്ച് വീടിൻ്റെ ഓടുകളെല്ലാം കളഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾ കാണിച്ചിരുന്ന ആ വീഡിയോയിലെ വീട് തികച്ചും പരിഹാസ്യമാണ്. കഴിക്കോലിൻ്റെ മുകളിൽ വെറുതെ ഓട് നിൽക്കില്ല എന്നെല്ലാവർക്കും അറിയാം. നമ്മൾ വീട് ആക്രമിച്ചു എന്ന് പറഞ്ഞാണ് ആ വാർത്ത നൽകിയത്. അതിനെ സാധൂകരിക്കുന്ന ചിത്രമാണത്. എന്താണ് ഫ്രാൻസിസ് സി വി ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. താങ്കൾ അതൊന്നുകൂടി വ്യക്തമാക്കിയാൽ നന്നായിരിക്കും. അടുത്ത വാർത്തയിലേക്കാണ്. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ കോഴിക്കോട് ഭട്ട് റോഡ് ബീച്ച് പാർക്കും നാശത്തിന്റെ വക്കിൽ. പൊളിഞ്ഞ ഇന്റർലോക്കും പൊട്ടി വീഴാറായ അലങ്കാര വിളക്കുകളും തകർന്ന ഇരിപ്പിടങ്ങളുമാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. നവീകരണം വേഗത്തിൽ പൂർത്തിയാക്കണം എന്ന ആവശ്യം ശക്തമാണെങ്കിലും DTPC ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഭട്ട് റോഡ് ബീച്ചിലേക്ക് സുഖമായി ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. കഴിഞ്ഞ വർഷക്കാലത്ത് തിരയെടുത്തതാണ് ഈ സംവിധാനങ്ങളെല്ലാം. മാസങ്ങളേറെയായിട്ടും ഇതുവരെ ശരിയാക്കാൻ നടപടിയുണ്ടായിട്ടില്ല. ബീച്ച് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച നടപ്പാതയും അലങ്കാര വിളക്കുകളും ഇരിപ്പിടങ്ങളുമെല്ലാം ഈ വിധമായിട്ടും നേരെയാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ബീച്ചിലേക്ക് ഇറങ്ങുന്നത് തന്നെ അപകടം വരുത്തുന്ന സ്ഥിതിയാണ്. ശില്പനഗരത്തിന്റെ ഭാഗമായി തീർത്ത കവാടത്തിന്റെ മാതൃകയുള്ള കരിങ്കൽ ശില്പത്തിന്റെ മുകൾ ഭാഗം അടർന്നു വീണിട്ടും നാളുകൾ ഏറെയായി. മാസങ്ങൾക്ക് മുമ്പേ തകർന്ന ബീച്ചിന്റെയും പാർക്കിന്റെയും നവീകരണം വൈകുന്നതിൽ സഞ്ചാരികൾ അമർഷത്തിലാണ്. കുട്ടികളായിട്ട് വരുന്ന കുട്ടികൾക്ക് ഉല്ലസിക്കാനും അവരെ കൂടെ സല്ലപിക്കാനൊക്കെ ഉള്ള നല്ലൊരു സൗന്ദര്യമായിരുന്ന ഒരു സ്ഥലമാണ് ഈ സൗത്ത് ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5-6 മാസം ഒരു വർഷത്തോളമായി തോന്നുന്നു. അപ്പം സൗന്ദര്യവൽക്കരിച്ചതിന് ശേഷം വീണ്ടും അത് പൊട്ടിപ്പൊളിഞ്ഞു പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പം ഒന്നുകൂടിയും അത് പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ അത് പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തി പ്രൗഢഗംഭീരമായ മാറ്റങ്ങൾ വരുത്തി കുട്ടികൾക്കും അതുപോലെ സഞ്ചാരികൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റം വരുത്തിയാൽ തീർച്ചയായിട്ടും കൂടുതൽ പേരെ ആകർഷിക്കാനും കോഴിക്കോടിനെ വീണ്ടും സൗന്ദര്യത്തിലേക്ക് കൊണ്ടുവരാനും കഴിയുമെന്നുള്ളത്. കോഴിക്കോട് ബീച്ച് കഴിഞ്ഞാൽ നഗരത്തിലെത്തുന്നവർ സന്ദർശിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഭട്ട് റോഡ് ബീച്ചും പാർക്കും. 2021 നവീകരിച്ച ഭട്ട് റോഡ് ബീച്ച് സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. 2.15 കോടി രൂപയാണ് അന്ന് ഭട്ട് റോഡ് ബീച്ചിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി ചെലവാക്കിയത്. നവീകരണവും പരിപാലനവും ഇനിയും വൈകിയാൽ ഈ ഭാഗം നശിച്ചു പോകുമെന്നുറപ്പ്. പ്രതിദിനം ആയിരങ്ങളെത്തുന്ന ബീച്ചിന്റെ നവീകരണത്തിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നും അനുമതി ലഭിച്ചാൽ സർക്കാരിന് സമർപ്പിക്കുമെന്നുമാണ് DTPC വിശദീകരിക്കുന്നത്. കോഴിക്കോട് നിന്ന് സോനുവിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. കോഴിക്കോട് എത്തുന്നവർ സന്ദർശിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഭട്ട് റോഡ് ബീച്ചും പാർക്കുമൊക്കെ. എന്നാൽ പാർക്കിൽ എത്തുന്നവരെ കാത്തിരിക്കുന്നത് പൊട്ടുവീഴാറായ അലങ്കാര വിളക്കുകളും തകർന്ന ഇരിപ്പിടങ്ങളും ആണ് എന്ന് സന്ദർശകരും നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ട്. ചില പ്രതികരണങ്ങളിലേക്ക്. ഭട്ട് റോഡ് ബീച്ചിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള മറ്റൊരു വിഷയം എന്നുള്ളത് അതിമാരകമായിട്ടുള്ള ലഹരി ഉപയോഗം. അതുപോലെ തന്നെ അവിടെയുള്ള ലൈറ്റുകൾ, ഹൈമാസ് ലൈറ്റുകൾ, 2 വിളക്കുകൾ മാത്രമാണ് ഇത്രയേറെ ടൂറിസ്റ്റുകൾ വരുന്ന ഭട്ട് റോഡ് ബീച്ചിൽ പ്രവർത്തിക്കുന്നത്. ആരും വന്ന് നോക്കിയതുണ്ടാവും. ആ ഊഞ്ഞാലൊക്കെ അടക്കം പൊട്ടി കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഈ മഴയ്ക്ക് ഇതൊക്കെ പൊരിഞ്ഞങ്ങോട്ട് താഴെ പോകും. അതുവരെ ഇനി വരെ അധികൃതരാരും വന്ന് ഒന്നും നോക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ആൾക്കാരൊക്കെ ഒരുപാട് വീണിട്ടുണ്ട്. ഞങ്ങൾ ഇടിഞ്ഞ് പൊടിഞ്ഞ് പോലത്തെ മണ്ണിലാണ് കിടന്ന് ഉരുണ്ട് കളിക്കുന്നത്. ഇവിടെ എത്രയോ കാലമായി നന്നാക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരാൾ നന്നാക്കി തന്നിട്ടില്ല. ഞങ്ങളിങ്ങനെ മണ്ണിൽ കിടന്നും കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുക. അപ്പുറത്ത് കുറേ സാധനം എന്താ പറയുക പൊളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് കുട്ടികളാണുള്ളത് എന്ന്. അപ്പോൾ ആ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപകടകരമായ അവസ്ഥ ചെറിയ കുട്ടികളൊക്കെ വീണ് പോയാൽ കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മളത് പറ്റിക്കഴിഞ്ഞ് പിന്നെ അതിന് പുറകെ നടന്ന കാര്യമില്ല. അതിൻ്റെ പറ്റിയതിന് മുമ്പാണ് അത് നടത്തേണ്ടത്. വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്ന ഘട്ടത്തിൽ ഒരു പ്രതികരണം വരുന്നത് ഇങ്ങനെയാണ്. ഷെറിൻ ജോഷി പറയുന്നു, ഈ കാട് നശിപ്പിച്ചാൽ മൃഗങ്ങൾ ആരോട് പരാതി പറയും എന്നാണ് അവരുടെ ചോദ്യം. എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ ഇങ്ങനെ കാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യമായിരിക്കും ഒരുപക്ഷെ അവർ ഉന്നയിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. രാജേന്ദ്രൻ വയല ചോദിക്കുന്നുണ്ട്, 24 അടുത്ത അവതാര പുലികൾക്ക് എന്താണ് സസ്പെൻസ് എന്നാണ്. അതിൽ പങ്കെടുക്കുന്നവർക്ക് പോലും അതിൽ എന്താണ് നടക്കാൻ പോകുന്നത് അടുത്തതെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടത് ഇപ്പോഴും സസ്പെൻസായി തന്നെ തുടരുകയാണ്. വിവിധ വിഷയങ്ങളിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. SFI എന്തി അനക്കമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ അന്വേഷണവുമായി ബന്ധപ്പെട്ട അനിൽകുമാർ ജിയുടെ ചോദ്യമൊക്കെ ഇപ്പോൾ കമന്റ് രൂപത്തിൽ വരുന്നുണ്ട്. നമ്മളടുത്ത ഒരു വാർത്തയിലേക്ക് കൂടി കടക്കുകയാണ്. 6 വരി പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം രണ്ടത്താണി ടൗണിൽ അടിപ്പാത നിർമ്മിക്കണം എന്ന ആവശ്യവുമായി നാട്ടുകാർ. രണ്ടത്താണി ടൗണിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് പോകണമെങ്കിൽ 1 കിലോമീറ്ററോളം സഞ്ചരിക്കണം. സ്കൂളുകൾ, പള്ളി, ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് പോകുന്നവർ റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രതിസന്ധിയിലാകും. രണ്ടത്താണിയെ 2ആയി മുറിച്ചാണ് നിർമ്മാണം പുരോഗമിക്കുന്ന ഈ 6 വരിപ്പാത കടന്നു പോകുന്നത്.
ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ആളുകൾക്ക് പോകണമെങ്കിൽ 1 കിലോമീറ്ററോളം സഞ്ചരിക്കണം. നാട്ടുകാരുടെ ആവശ്യം രണ്ടത്താണി ടൗണിൽ ഒരു അടിപ്പാത വേണമെന്നുള്ളതാണ്. അതിന് അവർക്ക് 100 കാരണങ്ങളുമുണ്ട്. സ്കൂളുകൾ, ആശുപത്രി, മസ്ജിദ്, മദ്രസ, പ്രധാന ഓഫീസുകൾ, ലൈബ്രറി തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം ഇരുഭാഗങ്ങളിലുമായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സ്കൂളിൽ പോകേണ്ട ചെറിയ കുട്ടികളടക്കമുള്ളവർ ഈ 6 വരിപ്പാത മുറിച്ചു കടക്കണം. ആശുപത്രിയിൽ പോകേണ്ടവർക്കും യാത്രാ ദുരിതം തന്നെയാണ്. നഗരത്തെ രണ്ടാക്കി KNRC പ്രവൃത്തികളുമായി മുന്നോട്ടു പോയതോടെ വിവിധ സംഘടനകൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. യാത്രാ ദുരിതത്തിൽ പരിഹാരം കാണാത്തതിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിയാക്കിയായിരുന്നു ഹർജി സമർപ്പിച്ചത്. പരാതിക്ക് പരിഹാരം കാണുന്നതുവരെ ദേശീയപാത വിഭാഗത്തോട് റോഡ് പ്രവൃത്തി നിർത്തിവെക്കാനും കോടതി നിർദ്ദേശം നൽകി. എന്നാൽ 3 മാസത്തെ സ്റ്റേ പൂർത്തിയാക്കിയതിന് പിന്നാലെ ദേശീയപാത അതോറിറ്റി നിർമ്മാണം പുനരാരംഭിച്ചു. ഞങ്ങളുടെ A to Z ആവശ്യം അപ്പുറത്താ. ഒരു സാധനം ഇവിടെ ഇല്ല. എല്ലാ ഗവൺമെന്റ് സ്കൂളുകള് 3-3 സ്കൂളുകളുണ്ട്. ഗവൺമെന്റ് സ്കൂളുണ്ട്, മദ്രസകളുണ്ട്, എല്ലാ പള്ളികളും, പോസ്റ്റ് ഓഫീസ്, റേഷൻ കട, മാവേലി സ്റ്റോർ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനം അപ്പുറത്താണ്. ATM, ബാങ്ക് എല്ലാം. ഇവിടെ ഞങ്ങൾക്ക് ഒന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് അപ്പുറം കിടക്കണ്ടേ? എന്താണ്, ഉണ്ടായിരുന്ന വഴി പൊളിച്ചു നീക്കിയതാണ്. ആ ഉണ്ടായിരുന്ന വഴി ഒന്ന് പുനഃസ്ഥാപിച്ച് തന്നാൽ മതി. അതിന് വലിയ ഭാരമുള്ള പണിയൊന്നുമല്ല ഇപ്പൊ അവിടെ. ഇപ്പൊ വിചാരിച്ചാലും നടക്കാൻ പറ്റുന്ന കാര്യമാണ്. പ്രദേശവാസികളുടെ പ്രയാസങ്ങൾ, കണക്കുകളും വസ്തുതകളും നിരത്തി ബോധ്യപ്പെടുത്തിയിട്ടും ഒരു നടപടിയും ഇല്ലാതായതോടെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഒരു നാടാകെ സമരമുഖത്തിറങ്ങി. പ്രശ്നപരിഹാരത്തിനായി ജനപ്രതിനിധികൾ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും നടപടിയായിട്ടില്ല. 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. നല്ല പാതകൾ വരുന്നത് നല്ലതാണ്, പക്ഷെ അപ്പോഴും ജനങ്ങൾക്കത് ദുരിതമുണ്ടാക്കിക്കൂടാ. ഈ വിഷയത്തിലെ പ്രതികരണങ്ങളിലേക്ക്. സ്കൂളിൽ ചെറിയ മക്കളാണ്. 2 നേരം അങ്ങോട്ടും ഇങ്ങോട്ട് കടക്കണമെങ്കിൽ ഞങ്ങൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടാണ് ഇപ്പോൾ കുട്ടികൾ നടക്കുന്നത്. ഈ ചെറിയ മക്കൾക്കാണ് കടക്കാൻ വിദ്യാഭ്യാസ അവകാശം അത് ഇല്ലാതാക്കാൻ, സഞ്ചാര സ്വാതന്ത്ര്യം അത് ഇല്ലാതാക്കാൻ ഈ ഒരു ഹൈവേ കൊണ്ട് വന്നത്. അപ്പൊ ഈ പഴയ ഹൈവേ തന്നിരുന്ന ഒരു അനുകൂല്യം എന്തുകൊണ്ട് ഈ പുതിയ ഹൈവേ വന്നപ്പോൾ അവരത് കൊട്ടിയടച്ചു? അത് മാത്രം ഞങ്ങൾ ആ വഴി മാത്രം തുറന്നു തന്നാൽ മതി. നടക്കാനൊരു വഴി അത് മാത്രം ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. വഴി ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് അറിഞ്ഞിട്ട് ഇവിടെ ഒരു വഴി ഇല്ല, ഒരു PW റോഡാണ്, കാടാമ്പ ക്ഷേത്രത്തിലുള്ള ഒരു മെയിൻ റോഡാണ്. ഞങ്ങൾ ഇത് ഇവിടെ അറിഞ്ഞിട്ട് ഇപ്പൊ ഇന്നേക്ക് 419 ദിവസമായി ഈ വിഷയമായിട്ട് മുന്നോട്ട് എല്ലാ ജനപ്രതിനിധികളോടും അതേമാതിരി കലക്ടർക്ക്, NHAന്റെ ഓഫീസിലൊക്കെ ഞങ്ങൾ ഈ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഇതിനൊരു മറുപടി, ഒരു പോസിറ്റീവായ മറുപടി ഇവിടെ കിട്ടിയിട്ടില്ല. കഴിയാവുന്ന മാർഗങ്ങളൊക്കെ നോക്കി, നിയമപരമായിട്ടുള്ള മാർഗം നോക്കി, അതിപ്പോൾ കോടതിന്റെ കയ്യിൽ പെൻഡിംഗ് ആണ്. പിന്നെ ജനപ്രതിനിധികൾ അതിൽ ഇടപെട്ടു, അതൊന്നും ഫലം കണ്ടിട്ടില്ല. ഇപ്പോ ലാസ്റ്റ് ആയിട്ട് തന്നെ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ ഇപ്പൊ NHA പറയുന്നത് കൊടുക്കാൻ പറ്റില്ല എന്നാണ്. NHAയുടെ ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും കൂടി ഞങ്ങൾ ആവശ്യം വന്ന് കേൾക്കാനുള്ള ഒരു മീറ്റിംഗ് ഉണ്ടാക്കുക. എന്നിട്ട് ആ മീറ്റിംഗിൽ ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾക്കൊരു വഴി നടക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു വഴി, വണ്ടി പോകണമെന്നില്ല, അതെങ്കിലും കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇനി ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. ബൈജുനാഥിന് പുനർനിയമനം. നിയമന സമിതിയുടെ ശുപാർശ ഗവർണർ അംഗീകരിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. AV ജയശങ്കർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ. K. ബൈജുനാഥിന് കാലാവധി ഈ അടുത്ത മാസം മാർച്ച് 8-ന് അവസാനിക്കാനിരിക്കെയാണ് പുനർനിയമനത്തിനുള്ള ശുപാർശ ഗവർണർ അംഗീകരിക്കുന്നത്. പ്രതിപക്ഷ നേതാവും സ്പീക്കറും മുഖ്യമന്ത്രിയും അടങ്ങുന്ന സമിതിയാണ് ഇദ്ദേഹത്തിന് പുനർനിയമനം നൽകണമെന്നൊരു ശുപാർശ ഗവർണർക്ക് നൽകിയത്. ഈ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് 3 വർഷത്തേക്ക് കൂടി പുനർനിയമനം നൽകാനുള്ള തീരുമാനം ഗവർണർ അംഗീകരിച്ചത്. എന്തായാലും വരുന്ന 3 വർഷം കൂടി ബൈജുനാഥിന് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണായും തുടരാനുള്ള ഒരു സാഹചര്യമാണ് ഇതിലൂടെ ഉയർന്നത്. മുമ്പ് ചില നിയമന ശുപാർശകൾ ഗവർണർ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ എന്തായാലും ഗവർണർ നിയമന ശുപാർശ അംഗീകരിച്ച് ഉത്തരവിറക്കുകയാണ് ചെയ്തത്. ഉന്മേഷ്. ശരി, AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും പൊതുജനം കഴുതയിൽ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളിനി ഇപ്പോൾ വരുന്നൊരു അപകട വാർത്തയിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം കടലുകാണിപ്പാറയിൽ 60 അടി ഉയരത്തിൽ നിന്ന് യുവാവ് വീണു. പാലോട് സ്വദേശി ബോവസ് ആണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഷഫീദ് റാവുത്തറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ആരോഗ്യനില എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്?
ഉന്മേഷ, തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ കടലുകാണിപ്പാറ. നിരന്തരം ആളുകൾ അവിടേക്ക് ഈ വൈകുന്നേരം സമയങ്ങളിലൊക്കെ എത്താറുണ്ട്. അവിടെയാണ് ഇന്ന് പേടിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു അപകടം ഉണ്ടായത്. അതായത് പാലോട് സ്വദേശിയായിട്ടുള്ള ബോവസ് സുഹൃത്തിനൊപ്പം ഈ സ്ഥലം കാണാൻ വേണ്ടി എത്തിയതായിരുന്നു. പാറമുകളിൽ നിന്ന് കാഴ്ചകൾ കാണുന്നതിനിടെയാണ് കാൽ തെന്നി താഴേക്ക് വീണത്. ഏകദേശം 60 അടി പൊക്കത്തിൽ നിന്നുമാണ് യുവാവ് താഴേക്ക് വീണത്. തുടർന്ന് ഗുരുതര പരിക്കേറ്റ യുവാവിനെ ഉടൻ തന്നെ 108 ആംബുലൻസിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്. ശരി ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. അടുത്തൊരു റിപ്പോർട്ടിലേക്ക്. തപാൽ മേൽവിലാസ പ്രകാരമുള്ള പിൻകോഡ് ആലപ്പുഴയിലായി പോയതുകൊണ്ട് പൊല്ലാപ്പിലായ ആളുകളുള്ള ഒരു ഗ്രാമമുണ്ട് കൊല്ലത്ത്. 2 ജില്ലകളുടെയും അതിർത്തിയിലുള്ള ഒരു ഗ്രാമം. ഒരു അന്തർജില്ലാ പോസ്റ്റ് ഓഫീസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. പോസ്റ്റ് ഓഫീസുകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നാണ് നമുക്കെല്ലാം അറിയാവുന്നത്. പക്ഷേ ഒരു പോസ്റ്റ് ഓഫീസ് മുഖാന്തരം ദുരിതമനുഭവിക്കുന്ന ഒരു ജനതയുണ്ട് കൊല്ലം ഓച്ചിറയിൽ. ഓച്ചിറ പഞ്ചായത്തിലെ 5 വാർഡിലെ ജനങ്ങളാണ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഒരു പോസ്റ്റ് ഓഫീസ് മുഖാന്തരം ദുരിതത്തിലായിരിക്കുന്നത്. പരിഹാരം തേടി പോയവർക്കെല്ലാം നിരാശയായിരുന്നു ഫലം. പ്രശ്നം എന്താണെന്നല്ലേ? ഓച്ചിറ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. പക്ഷേ ഓച്ചിറ പഞ്ചായത്തിലെ 5 വാർഡുകൾ ഉൾപ്പെടുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരത്താണ്. അതുകൊണ്ട് തന്നെ ഏതൊരു സേവനങ്ങൾക്കും പോസ്റ്റ് ഓഫീസിനെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ജില്ല ആലപ്പുഴയായി കാണിക്കണം. ഞാനൊരു മുൻ സൈനികനാണ്. അപ്പോൾ ഈ ഒരു പിൻകോഡ് ഇഷ്യൂ എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ 2019 ഞാൻ പെൻഷൻ ആവുന്ന സമയത്ത് ഈ ആലപ്പുഴ ജില്ലയാണ് എൻ്റെ ആധാർ കാർഡിൽ കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ പെൻഷൻ ബുക്ക് PPO ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആലപ്പുഴ ജില്ല വരികയും പിന്നെ എനിക്ക് ഒത്തിരി പേപ്പർ വർക്ക് ചെയ്താണ് അത് കൊല്ലം ജില്ലയിലോട്ട് സത്യവാങ്മൂലമൊക്കെ എഴുതി കൊടുത്താണ് ഞാൻ അത് കൊല്ലം ജില്ലയാക്കിയത്. തിരിച്ച് പെൻഷനായി വന്നിട്ട് ഒരു പാസ്പോർട്ട് എടുക്കാൻ ചെല്ലുമ്പോഴും ഇതേ ആധാർ കാർഡ് അവിടെ ഒരു വില്ലനാവുകയാണ്. പിന്നെയും സത്യവാങ്മൂലവും ആ പെൻഷൻ ഡോക്യുമെൻറ്റും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് കൊല്ലം ജില്ലയിലേക്ക് ഈ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ളവ മാറ്റുന്നത്. ആധാർ, പാസ്പോർട്ട്, വാഹന ലൈസൻസ് എന്നിവയ്ക്കെല്ലാം പിൻകോഡ് പ്രകാരം ജില്ല കാണിക്കുന്നതാകട്ടെ ആലപ്പുഴ. പക്ഷേ അപേക്ഷകൻ താമസിക്കുന്നത് കൊല്ലം ജില്ലയിലും. സർക്കാർ സേവനങ്ങൾക്കെല്ലാം ആശ്രയിക്കുമ്പോൾ ഇതേ സ്ഥിതി തന്നെയാണ് ആ നാട്ടുകാർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇത് തിരുത്താൻ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി 5 വാർഡിലെ ജനങ്ങൾ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിലോ എല്ലാം ഞങ്ങൾ ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നേരത്തെ ഞങ്ങൾക്ക് കൊല്ലം ജില്ലയായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണോ ഈ ആലപ്പുഴ ജില്ല ആയതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പോസ്റ്റ് ഓഫീസാണ് ഇപ്പോൾ പ്രധാന വിഷയം. അതിന് ഞങ്ങൾക്ക് ഈ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ വൈരകത്ത് തന്നെ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ഒരു 7-8 വാർഡുകളെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി തരുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം. പ്രധാനമായിട്ട് ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. പിൻകോഡിന്റെ വിഷയത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട നിരവധി അപേക്ഷകളാണ് ഈ നാട്ടുകാർ ഒറ്റതിരിഞ്ഞും ഗ്രൂപ്പായുമെല്ലാം പല തലങ്ങളിൽ നൽകിയത്. പക്ഷേ ഒന്നിനും ഫലമുണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ വരെ ഈ പരാതി എത്തുകയും ചെയ്തു. ഈ നാട്ടുകാർക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ പിൻകോഡിന്റെ വിഷയത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാക്കിത്തരണം. അല്ലെങ്കിൽ അടുത്ത തലമുറ കൂടി ഇതേ ദുരിതം അനുഭവിക്കേണ്ടി വരും. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവരുടെ കനിവ് തേടുകയാണ് ഒരു നാട് ഒന്നടങ്കം. ക്യാമറാമാൻ രാസ്കറിനൊപ്പം അരുൺ രാജ്, 24 കൊല്ലം. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ അത് ആ മേഖലയിലുള്ള ഒട്ടേറെ പേരെ ബാധിക്കുന്ന വിഷയമാണ്. പ്രതികരണങ്ങളിലേക്ക്. നവകേരള സദസ്സിൽ അതിനൊരു പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ പരാതി സ്വീകരിച്ച് കൈപ്പറ്റിയായിട്ട് നമ്മളെ അറിയിക്കുകയും അപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നു എന്നുള്ള ഒരു അറിവാണ് കിട്ടിയത്. വയനാട് ഭാഗത്തേക്ക് ഒരു പോസ്റ്റ് ഓഫീസ് മാറ്റി എടുക്കുക എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയിൽ എന്ന് പറയുമ്പോൾ അത് കൃഷ്ണപുരം വഴി ആലപ്പുഴയാണ്. നമുക്ക് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊല്ലം ജില്ലയായിട്ട് പരിമിതപ്പെടുത്തി നമുക്ക് ആ പിൻകോഡ് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആക്ഷേപങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്ത് കാര്യത്തിനും കുട്ടികളുടെ പ്രശ്നങ്ങളായാലും നമ്മളൊരു ആധാർ എടുത്താൽ പോലും ആ കാര്യങ്ങൾ നമുക്കൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആലപ്പുഴ വഴിയെ നമുക്ക് സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രശ്നത്തിന് പരിഹാരം നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പം പിൻകോഡ് മൊത്തം കൃഷ്ണപുരം
കാർത്തികപ്പള്ളി താലൂക്ക് ആലപ്പുഴ എന്നുള്ള അഡ്രസ്സിലാണ് പോകുന്നത്. അപ്പം കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലും ആധാറിനകത്ത് നമ്മൾ ഈ പിൻകോഡ് ഇതായതുകൊണ്ട് ആധാറിൽ മാത്രമല്ല പാൻ കാർഡ് ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽ രേഖകളിലെല്ലാം പിൻകോഡ് ഈ 690533 വരുന്നുണ്ട്. മൊത്തം ആലപ്പുഴ ജില്ലയാണ് പോകുന്നത്. എന്നാൽ ഞങ്ങളെല്ലാം താമസിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ നമ്മൾ കയറി ഇറങ്ങുമ്പോൾ പ്രായം ചെന്ന ആൾക്കാരെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിലൊക്കെ ഇങ്ങനൊരു കാലതാമസങ്ങളോ അത് നിഷേധിക്കുകയോ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. വിനീത് നാരായണൻകുട്ടി പറയുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ് വാർത്ത, അതായത് നമ്മളിപ്പോൾ നൽകിയ വാർത്ത, അത് വ്യത്യസ്തതയുള്ള വാർത്തയായിരുന്നു എന്നാണ് വിനീത് നാരായണൻകുട്ടി പറയുന്നത്. ഇനി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളുടെ വസ്തുതയിലേക്കാണ്. വ്യാജ തൊഴിലന്വേഷകരെ ലക്ഷ്യമിട്ട് നിരവധി തട്ടിപ്പ് വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ദിനം പ്രതി പ്രചരിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളുടെ പേരിലും സ്വകാര്യ സ്ഥാപനങ്ങളുടെ പേരിലും ഒരുപോലെ തട്ടിപ്പുണ്ട്. അത്തരത്തിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് വിവിധ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ടുള്ള റെയിൽവേയുടെ നോട്ടീസ്. ഈ വാർത്തയുടെ വസ്തുത പരിശോധിക്കുകയാണ് ഇനി. റെയിൽവേ മന്ത്രാലയത്തിലെ വിവിധ ഒഴിവുകൾ എന്ന പേരിലാണ് സമൂഹ മാധ്യമങ്ങളിൽ നോട്ടീസ് പ്രചരിക്കുന്നത്. റെയിൽവേ സുരക്ഷാ സേനയിൽ സബ് ഇൻസ്പെക്ടർമാരുടെയും കോൺസ്റ്റബിൾമാരുടെയും ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നുവെന്ന് പ്രചരിക്കുന്ന നോട്ടീസിൽ കാണാം. ഒഴിവുകളുടെ എണ്ണവും അപേക്ഷിക്കേണ്ട തീയതിയും ശമ്പളവും പ്രായപരിധിയുമെല്ലാം നോട്ടീസിൽ നൽകിയിട്ടുണ്ട്. 24 ഫാക്ട് ചെക്ക് ടീം നടത്തിയ പരിശോധനയിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കണ്ടെത്തി. റെയിൽവേ സുരക്ഷാ സേനയിലെ ഒഴിവുകൾ എന്ന പേരിൽ പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമായി നിർമ്മിച്ചതാണ്. പ്രചരിക്കുന്ന സർക്കുലർ റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയതല്ലെന്ന് വ്യക്തമാക്കി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം സമൂഹമാധ്യമങ്ങളിൽ വിശദീകരണക്കുറിപ്പ് നൽകിയിട്ടുണ്ട്. റെയിൽവേ സുരക്ഷാ സേനയിൽ സബ് ഇൻസ്പെക്ടർമാരുടെയും കോൺസ്റ്റബിൾമാരുടെയും ഒഴിവിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നതായി പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമായി നിർമ്മിച്ചതാണെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിക്കുന്നു. ഇത്തരത്തിലൊരു റിക്രൂട്ട്മെന്റ് നോട്ടീസ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയിട്ടില്ലെന്നും നോട്ടീസ് കണ്ട് ആരും വ്യക്തിവിവരങ്ങളോ പണമോ കൈമാറരുത് എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. അപ്പോൾ പൊതുജനം കഴുതൽ എന്ന പരിപാടിയുടെ ഇന്നത്തെ സമയം പൂർത്തിയാവുകയാണ്.